ശ്രീമദ് ദേവി ഭാഗവതം 13-ാം അധ്യായം. സൂതൻ. അനന്തരം പുരൂരവാനൃപാലഗഞ്ജനം തുലൂമിണങ്ങിടുന്ന സുന്ദരൻ മനം തെളിഞ്ഞു സുപ്രതിഷ്ഠ പൂണ്ടതന്നനന്തയെ സ്വയം ഭരിച്ചു നീതിമാൻ പരാർത്ഥ്യ വൃത്തനദ്ധരാധവൻ സദാ പരാർത്ഥവൃത്തിയിൽ മനസ്സിരുത്തിയും ബലം പ്രഭു പ്രഭാവവും ഉത്സാഹവും നലമ്പെടും ചതുരുപായ ഭേദവും ക്രമം വിടാതെ കൈയടക്കിയും വർണ്ണാശ്രമധർമ്മങ്ങളെ മുറപോൽ നോക്കിയും മഹിതയാഗങ്ങളമിത ദക്ഷിണാസഹിതമൊട്ടേറെ വിധം നടത്തിയും അനഘദാനമത്ഭുതകരം ചെയ്തും ജനപതി അവനുലകുവാഴവേ ഉദീരണാർഹമായുയർന്നു മിന്നിയതീയതാദൃശ ഗുണഗണങ്ങളെ ഇടവിടാതെ കേട്ടിളകി വാനവ അടവാർ മഞ്ജുളമണിയാളുർവശീ പുരൂരവസ്സിനെ പുണർന്നുകൊള്ളുവാൻ പ്രരൂഢമോഹനമന്വഹം കൊതിക്കയായി അവളെ നാൻമുഖനഥ ശപിക്കയാൽ അവനിയിലുടനണഞ്ഞു സുന്ദരീ ഗുണം പെടുന്നൊരാ നൃപാലനോടു ചെന്നിണങ്ങി നിന്നിതു സരാഗമോദിനാൾ. ഇത രണ്ടാടുകളിവയെ കാക്കണം, ഹൃദമെനിക്കെന്നു വശനമാകണം. ഇടവരൊല്ല കാണുവാൻ സുമാശുകപ്പടയിലെന്നിയെ ഭവാനി നഗ്നനായി പ്രതിജ്ഞ മൂന്നിതു നൃപാലനങ്ങു സമ്മതിക്കിൽ ഞാൻ ഭവൻ മഹർഷിയാകുവാൻ. കരാറിതിൽ പിഴ വരുത്തുമെങ്കിലോ ധരാപതേ അന്നു പിരിഞ്ഞു ഭൂമിവൾ. അഴകു മോഹനാകൃതിയെടുത്തൊരം മഴമുകിലെതിർപ്പുരികുഴലിയേ ഇതിരെ കണ്ടു സർവവും മറന്നു ഭൂപതി സ്വസമ്മതമരുളിയ ക്ഷണം. അവിടെ അന്നു തൊട്ടരജപത്നിയായ വികലപ്രിയമവൾ വസിക്കയായി നരപതി പുരൂരവസ്സു പിന്നെയസുരതരുണിയോടുമൊരുമിച്ചങ്ങനെ അരനിമിഷവും പിരിഞ്ഞിടാതാത്മകരണീയങ്ങളൊക്കെയും മറന്നുതാൻ സ്മരരസാംബുധി വിഹാരവൃത്തിയായി നിരവധി ദിനം നിതരാം പോക്കിനാൻ. പരിചിലന്നൊരു ദിവസമുർവശീചരിതം ഈ വകയറിഞ്ഞു വിൺപതി അവളെ ഏതൊരു വിധത്തിലെങ്കിലും ദിവമണയ്ക്കുവാൻ കൊടുത്തു കൽപ്പന. ചടുതി കിന്നരർ ചിലരാ കൽപ്പനപ്പടി അവനിയിലിറങ്ങി രാത്രിയിൽ ഒരുവരുമറിഞ്ഞിടാതെ ഉർവശിമരുവും രാജമന്ദിരമണഞ്ഞുടൻ പരമവളുമൊത്തരമനയിലന്നരവരൻ പുരൂരവസ്സുറങ്ങവേ കടന്ന ജങ്ങളെ അപഹരിച്ചങ്ങു നടന്നു കിന്നരർ സുരപഥം വഴി.
കരഞ്ഞിതാടുകളതു കേട്ടുർവശി ചുരന്ന കോപമോടുണർന്നു ചൊല്ലിനാൾ, പ്രതിജ്ഞതേ നൃപാ പിഴച്ചു കഷ്ടമെന്നതിപ്രിയം പെടുന്ന ജങ്ങളെയതാ. പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു കള്ളന്മാർ മടിച്ചു പെണ്ണുപോൽ കിടക്കയോ ഭവാൻ. ശ്രവിച്ചു വാക്കതു നൃപനെണീറ്റനുദ്രവിച്ചു നഗ്നയായ ജഹർത്താക്കളെ. മുറുകും വെമ്പലോടുഴറുമൂഴി ചെറുതുമോർത്തതില്ല വസ്ത്രനെന്നു താൻ തുടർന്നെത്തും. പുരൂരവസ്സിനെ കണ്ടിട്ടുടനെ വിട്ട ജങ്ങളെയക്കിന്നരർ. തിരികെ മന്നവനവയെയും കൊണ്ടു ദുരിതമുർവശി സമീപമെത്തവേ. അവിടെയപ്പോഴുതധികം മിന്നലിഞ്ചവി വളർത്തിയ ഗഗനചാരികൾ. കുതികൊള്ളാനുടൽ കുതൂകബദ്ധയായി മുതിരുമുർവശി പുരൂരവസ്സിനെ അരികിലിങ്ങനെ വിവസ്ത്രനായി കണ്ടു വിരിഞ്ഞു തൽക്ഷണം മറഞ്ഞു തയ്യലാൾ. കരഞ്ഞുകൊണ്ടു ഭൂപനുമങ്ങയെ തിരഞ്ഞോരോ ദിശി നടന്നിതാർത്തനായി മടുമൊഴിയാളെ. കുരുക്ഷേത്രത്തിൽ വച്ചൊടുവിൽ കണ്ടെത്തിയരുളി മന്നവൻ,